ദൂരെ ദൂരെ പാറും മാനമ്പാടി ഒരു പോരു കാടിൻ തേങ്ങൽ കേൾക്കുന്നില്ലേ പാടി പാടി പാടിപ്പോകും വാനമ്പാടി താഴെ 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 കാട്ടിൽ കൂടുന്നില്ലേ എന്തേ തുമ്പി തുള്ളാൻ എന്തേ പോരാത്തു അന്തിച്ചൊപ്പിൻ പൊന്നും മിന്നും പോരാഞ്ഞോ മേലെ കാവിൽ കാറ്റിൻ താളം പോരാഞ്ഞോ വേലയും പൂരം കാണാൻ ഞാനും പോരാഞ്ഞോ കൊടിയേറി കോവിൽ മുറ്റത്തെ വാഗപ്പൂ കൊമ്പിന്നേ ദൂരെ 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 പാറും വാനമ്പാടി പോരു പോരു കാടിൻ തേങ്ങൽ കേൾക്കുന്നില്ലേ. ഇന്ന് നമ്മുടെ അതിഥി അല്ലെങ്കിൽ മത്സരാർത്ഥി ഒരൊറ്റ പാട്ടുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികളുടെ മനസ്സിൽ ഇടം നേടിയ ഒരു ഗായികയാണ്. വളരെ വളരെ സന്തോഷത്തോടെ, ഏറെ സന്തോഷത്തോടു കൂടി ഞാൻ ക്ഷണിക്കുന്നു വാതിക്കൽ എത്തി നിൽക്കുന്ന ആ വെള്ളരിപ്രാവിനെ, മറ്റാരുമല്ല നിത്യ മാമൻ. ഹായ് നിത്യ. ഹലോ സർ. എന്തൊക്കെയുണ്ട്? എറണാകുളത്താണ് താമസമല്ലേ? പുതിയ വർക്കുകളൊക്കെ ഇങ്ങനെ വന്നുണ്ട്. ആ പക്ഷെ നമുക്ക് അറിയില്ല, റിലീസ് എല്ലാം ഭയങ്കര അൺസർട്ടൺ ആയതുകൊണ്ട് കാര്യങ്ങൾ അറിയില്ല. പാടിക്കൊണ്ടിരിക്കുന്നു എപ്പോ വേണേ റിലീസ് ആവട്ടെ അല്ലേ? എന്തായാലും ഒരു പ്രാവശ്യം ഇതില് സൂമിൽ വന്നിരുന്നല്ലേ? അതെ അതെ, ഇതേ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്. സോ ഇനി സമയം കളയണ്ട, ഒത്തിരി വിശേഷങ്ങളുണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് തുടങ്ങിയാലോ? പുതിയ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? പുതിയ പ്രോജക്ട്സ് ഇങ്ങനെ വരുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് റിലീസ് ആയത് മെമ്പർ രമേശൻ 9ാം വാർഡ് എന്ന പാട്ടാണ്. അലറി നീയനിലെ അത് അഗൈൻ കൈലാസ് മേനൻ സാറിന്റെ ഒരു കോമ്പോസിഷനാണ്. അത് എല്ലാരും ഏറ്റുപാടുന്നു എന്നറിയുന്നു, വലിയ സന്തോഷമാണ്. അതൊക്കെ ഒരു ഭാഗ്യമാണ്. കാരണം ഇപ്പോൾ ഒരു പാട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഹിറ്റാകുക, കാരണം അത് പെട്ടെന്ന് ആ പാട്ടിലൂടെ നമ്മളെ അറിയപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിലുണ്ടാകുന്ന ഒരു സന്തോഷം ഒരു പാട്ടുകാരനല്ല ഒരു ഗായകൻ എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലാക്കാം. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും, പാട്ടുകാർക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളത് അവർ പാടുന്ന പാട്ടുകൾ വെളിയിൽ വരണം, ഹിറ്റാകണം എന്നാണ്. എൻ്റെ ഒരു ഇതിലാണെങ്കിൽ ഏകദേശം 42 വർഷം ആയി ഇപ്പം ഈ ഫീൽഡിൽ വന്നിട്ട്. അതിനകത്ത് എത്രയോ പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷെ പല നല്ല പാട്ടുകളും അത് ചിത്രം ഒന്നിൽ റിലീസാവത്തില്ല, അല്ലെങ്കിൽ ചിത്രം റിലീസായി കഴിഞ്ഞാൽ അത് 2 ദിവസം ഓടിയിട്ട് അത് പോവും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വലിയ വിഷമം തോന്നും. ഈ പാട്ട് ഹിറ്റായാൽ മാത്രം പോരാ, പാട്ട് ഹിറ്റാകുകയും ആ പടം ഹിറ്റാകുകയും അതിലെ സിറ്റുവേഷൻസ് നന്നായിരിക്കുകയും അങ്ങനെ ഒരുപാട് എക്സ് ഫാക്ടേഴ്സാണ് ആ ഒരു നമ്മുടെ ഒരു എല്ലാത്തിനും പോപ്പുലാരിറ്റി നൽകുന്ന, നടനായാലും പാട്ടായാലും എല്ലാം. എന്തായാലും ഒരുപാട് പാട്ടുകൾ പാടുന്നുണ്ട് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് കയറിയാലോ? തീർച്ചയായിട്ടും. 3 സെഗ്മെൻ്റാണ്. കയറി പാടാൻ മക്കളെ, സവാരി ഗിരിഗിരി രാജമാണിക്യം. അപ്പം ആകെ 10 ചോദ്യങ്ങൾ. ഓക്കെ, നേരത്തെ ഓൺലൈനിൽ വന്നുകൊണ്ട് ഇത് ഏകദേശം കുറച്ച് രൂപമുണ്ട്. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ പോകെ ചോദിക്കാം. എന്തായാലും ഇന്നത്തെ ഈ ചോദ്യങ്ങൾ മുഴുവൻ മിന്നാരം എന്ന സിനിമയിൽ നിന്നാണ്. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും ഈ ചിത്രത്തിൽ നിന്നായിരിക്കും, മിന്നാരത്തിൽ നിന്നായിരിക്കും. അപ്പോൾ ഒന്ന് മനസ്സിലോട്ട് ആ മിന്നാരൻ സിനിമ കണ്ടിട്ടുണ്ടോ? പിന്നെ ഒരുപാട് പ്രാവശ്യം. അതൊന്ന് ഓർത്ത് വെച്ചോളൂ, കാരണം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം അതിനകത്ത് നിന്ന് വരുമ്പോഴത്തേക്ക് അതും ചിലപ്പോൾ ചില കൊനസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുക ഇതായിരിക്കും ചോദ്യം, പക്ഷെ അതായിരിക്കില്ല. അതാണ് പറയാൻ നേടാം. അപ്പോൾ ഫസ്റ്റ് സെഗ്മെന്റ് കേറി വാടാ മക്കളെ. ആദ്യത്തെ ചോദ്യം കേട്ടോളൂ. ചിത്രത്തിൽ ശോഭന മോഹൻലാലിന്റെ കുഞ്ഞാണെന്ന് പറയുന്ന കുഞ്ഞ് യഥാർത്ഥത്തിൽ ആരുടെ കുഞ്ഞാണ്? എ മണിയമ്പിള്ള രാജു, ബി വേണു നാഗവള്ളി, സി നെടുമുടി വേണു. 20 സെക്കൻഡ്സ്. ബി വേണു നാഗവള്ളി. ബി വേണു നാഗവള്ളി ആണോ? കാരണം ചിത്രത്തിൽ മോഹൻലാലിന്റെ കസിനായിട്ട് അഭിനയിക്കുന്ന ബേബി ചായന്റെ മോളാണെന്നാണ് പറയുന്നത്. സോ ബി വേണു നാഗവള്ളി. പൂട്ടിയേക്കട്ടെ? ഇവിടെ പൂട്ടാണ് കേട്ടോ, വലിയ പൂട്ടാണ്, തുറക്കാൻ പറ്റത്തില്ല. പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയ്യോ ഞാൻ മണിയമ്പിള്ള രാജു എന്ന് പറയാമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. പൂട്ടിയേക്കട്ടെ? മണിയമ്പിള്ള രാജു ആവാൻ വഴിയില്ല. അറിയാല്ലേ?
അത്ര കോൺഫിഡൻ്റ് ആണ്. മണിയപ്പിള്ളി രാജു ആകാൻ അത്ര വഴിയില്ല. ശരി, നമുക്ക് വേണിച്ചൻ്റെ തലയിൽ തന്നെ വയ്ക്കാം അല്ലേ? ബി വേണു നാഗവള്ളി ഞാൻ എടുത്തിട്ട് പൂട്ടി. ഓക്കെ. പിന്നെ ഈ മാമൻ എന്ന് പറയാൻ എന്താണ് കാര്യം? നിത്യ മാമൻ അച്ഛൻ്റെ പേരാണോ? എൻ്റെ ഫാദറിന്റെ പേരാണ്. എന്താണ് പേര്? ഫുൾ നെയിം? മാമൻ വർഗീസ്. മാമൻ വർഗീസ്. ശരിക്കും നിത്യ മാമി എന്നാക്കിയാൽ എന്ത് പറയും? അങ്ങനെ ആരെങ്കിലും നമ്മുടെ കൂട്ടുകാരെ കളിയാക്കി വിളിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? മുമ്പ് കുറെ പേര്, അതായത് സിനിമയിൽ പാടുന്നതിന് മുമ്പ് ഇങ്ങനെ മാമാ മാമ എന്ന് വിളിക്കുമായിരുന്നു. നിത്യ എന്ന് വിളിക്കാണ്ട് മാമ എന്ന് വിളിക്കുമായിരുന്നു. മാമാന്ന് വിളിക്കുമായിരുന്നു. ശരിക്കും മാമി എന്ന് പറയാനുള്ള പ്രായമായില്ല. അങ്ങനെയാണ് എല്ലാരും മാമി. ഏതൊക്കെയാണ് പാട്ടുകൾ? കാരണം ഒന്നും പറയാൻ പറ്റില്ല, അറ്റത്ത് കിടക്കുകയല്ലേ മാമൻ. അപ്പൊ സ്വന്തം സ്ഥലം തിരുവനന്തപുരമാണ്. ട്രിവാൻഡ്രാണ്. വഴുതക്കാടാണ്. ഷേ, നമ്മുടെ ഇവിടുത്തെ ഭാഷ പറഞ്ഞ ഷേ, അതെങ്ങനെ? വഴുതക്കാടോ? എന്റെ പപ്പയുടെ സ്ഥലം വഴുതക്കാടാണ്, അമ്മ പത്തനംതിട്ട. ഓ അത് ശരി. ഞാൻ സത്യം പറഞ്ഞ നിങ്ങൾ ഏതാണ്ട് കോട്ടയവും, സത്യം ഇതുവരെ വിചാരിച്ചുകൊണ്ടിരുന്ന കോട്ടയമോ വേറെ എവിടെയോ ആണ്. കാരണം ഇത്രയും നാളെ ഞാൻ ട്രിവാൻഡ്രത്ത് താമസിച്ചിട്ട് ഇങ്ങനെ ഒരു നിത്യം ഞാൻ കണ്ടില്ലല്ലോ. 1.5 വർഷം മുമ്പ് കൊച്ചിയിലോട്ട് ഞാൻ ഷിഫ്റ്റ് ആയി. അപ്പൊ അതുവരെ ട്രിവാൻഡ്രത്ത് കുറച്ച് നാൾ വർക്ക് ചെയ്തു. പിന്നെ ഞാനവിടെ വഴുതക്കാട് തന്നെ സിൻറ്റബേ സ്കൂൾ ഓഫ് ഫാഷൻ ആൻഡ് ഇന്റീരിയർ ഡിസൈനില് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നോ? പാട്ട് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഒരു ചെറിയ ബ്രേക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബേണി സാറിന്റെ അടുത്താണ്. ബേണി ഇഗ്നീഷ്യസ്, മ്യൂസിക് ഡയറക്ടർ ഡു എന്ന് ബേണി സാറിന്റെ അടുത്താണ് പഠിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴും ഞാൻ അതിശയപൂർവ്വം ചോദിക്കുന്നത്, എങ്ങനെ ട്രിവാൻഡ്രത്ത്? ഞാൻ ട്രിവാൻഡ്രമാണ്. അപ്പൊ ജനിച്ചവിടല്ലേ? അല്ല, ഞാൻ ഖത്തറിലായിരുന്നു ജനിച്ചു വളർന്നത്. സ്കൂളിംഗ് അവിടെ ആയിരുന്നു. പിന്നെ ഞാൻ കോളേജ് പഠിച്ചത് ബാംഗ്ലൂർ. പിന്നെ 2016 തൊട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത്. ഷോർട്ട് പീരീഡ് ആണ്. 2016 എന്ന് പറയുമ്പോൾ ഞാൻ ഒപ്പത്തി പാടുന്ന സമയം. ആ സമയത്താണ് നിത്യ ട്രിവാൻഡ്രത്ത് സെറ്റിലായത്. അതെ അതെ. ഓക്കെ. അപ്പൊ നമുക്കൊരു പാട്ട് പാടിയ ശേഷം ഇതിന്റെ ഉത്തരവൊക്കെ പറഞ്ഞു പോകാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. നീ ഹിമമഴയായി വരൂ, ഹൃദയം അണിവിരലാൽ തൊടൂ, ഈ മിഴിയിടയിൽ സദാ പ്രണയം മഷിയെഴുതുന്നിതാ, ശിലയായി നിന്നിടാം നിന്നെ നോക്കി, യുഗമേറെ എന്നെ കൺ ചെമ്മിടാതെ എൻ ജീവനേ, അകമേ ദിനമേ പൂവിടുന്നു നിൻ മുഖം, അകലെ മാനിടാതെ ചേർന്നിതെന്ന് നീ എന്നോമലേ, നീ ഹിമമഴയായി വരൂ, ഹൃദയം അണിവിരലാൽ തൊടൂ. ഒരൊറ്റ പാട്ടാണ് ജീവിതം മാറ്റിമറിച്ചല്ലേ? എൻ്റെ ഫസ്റ്റ് സോങ് ആണ്. ഫസ്റ്റ് സോങ്. ഓക്കെ, ഞാൻ ആ കാര്യത്തിലോട്ട് വരാം. അതിനു മുമ്പ് ബി വേണു നാഗവള്ളി, ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 2000 രൂപ ഇതാ നിത്യയുടെ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. അതാണല്ലോ ഈ പ്രോഗ്രാമിന്റെ ഒരു ഇത്